സുമി രാജൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോയുമായാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു വിഭവം തയ്യാറാക്കാം. അതും നോൺ വെജിന്റെ അതേ രുചിയിൽ തന്നെ. ഞാനിവിടെ 40 ചക്കക്കുരുവോളം പുറന്തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ 4ആയി നീളത്തിൽ കീറി നന്നായി കഴുകി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 5-6 വെളുത്തുള്ളി 2ആയി കീറിയതും ചെറുതായി നീളത്തിൽ കീറിയ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചക്കക്കുരു വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കണേ. ഇടയ്ക്ക് അടപ്പ് മാറ്റി ചക്കക്കുരു വെന്തോ എന്ന് നോക്കുക. ചക്കക്കുരു വെന്തിട്ടുണ്ടെങ്കിൽ ഇതിനെ അടുപ്പിൽ നിന്നിറക്കാം. ആ അടുപ്പിലേക്ക് തന്നെ വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ നീളത്തിൽ കീറിയ ഇഞ്ചിയും 5-6 വെളുത്തുള്ളി 2ആയി മുറിച്ചതും ഇതിലേക്കിട്ട് വഴറ്റുക. ഇതിന്റെ പച്ചമണം മാറുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ കീറിയത് കൂടിയിട്ട് വഴറ്റാം. കുറച്ചൊന്ന് വഴന്നു വരുമ്പോൾ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ സമയം കുറച്ചുകൂടെ കറിവേപ്പില വിതറി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയ ശേഷം വേവിച്ച് വെച്ച ചക്കക്കുരു കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.